കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു സംശയമാണ്, കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന അഡിനോയിഡ് ഇൻഫെക്ഷൻ ഹോമിയോപ്പതിയിൽ മരുന്നുണ്ടോ, ഇത് സർജറി ഇല്ലാതെ മാറുമോ എന്ന്. കുട്ടികളിൽ നമ്മുടെ മൂക്കിന്റെ നിന്നും തൊണ്ടയിലേക്ക് വരുന്ന ആ ഒരു ശ്വസന നാളിക്കകത്ത് വരുന്ന ചെറിയ രണ്ട് ഗ്രന്ഥികളാണ് അഡിനോയിഡ്സ്. അഡിനോയിഡ്സ് എന്ന് പറയുന്ന ഗ്രന്ഥി വെറുതെ അവിടെ വെച്ചിരിക്കുന്നതല്ല, രോഗപ്രതിരോധ ശേഷിക്ക് പ്രധാന ഘടകമാണ്. അലർജി ഉള്ളവർക്കും വിട്ടുമാറാതെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉള്ളവർക്കും അഡിനോയിഡ്സിന് വലിപ്പം ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും തണുപ്പടിക്കുമ്പോഴോ രാത്രി കിടന്നുറങ്ങുമ്പോഴോ കുട്ടികൾക്ക് ഇത് അടഞ്ഞിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. മൂക്കടപ്പ്, വിട്ടുമാറാതെ ചെവി ഇൻഫെക്ഷൻ, അവരുടെ പല്ലിന്റെ ഷേപ്പിലെല്ലാം വ്യത്യാസം വരും. ഇതെല്ലാം അഡിനോയിഡ്സ് എൻലാർജ്മെന്റ് ഉള്ള കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഹോമിയോപ്പതിയിൽ ഈ അഡിനോയിഡ്സ് ചെറുതായി പോകുന്നതിന് 100% ഫലപ്രദമായിട്ടുള്ള മരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കുട്ടികൾക്ക് തുടർച്ചയായിട്ട് 2-3 മാസം മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ അഡിനോയിഡ്സ് അങ്ങ് ചുരുങ്ങി പോവുകയും വിട്ടുമാറാതെ ടോൺസിൽ ഇൻഫെക്ഷൻ, അഡിനോയിഡ് ഇൻഫെക്ഷൻ, കുട്ടികളിൽ വരുന്ന മൂക്കൊലിപ്പ്, കഫക്കെട്ട് ഇവ വിട്ടുമാറാതെ നിൽക്കുന്നത് നമുക്ക് ഹോമിയോപ്പതിയിൽ മരുന്നിലൂടെ പരിഹരിക്കാം. അഡിനോയിഡ്സ് പ്രോബ്ലത്തിന് ഹോമിയോപ്പതിയിൽ ഓപ്പറേഷന്റെ ആവശ്യമില്ലാതെ തന്നെ മരുന്നിൽ മാറുന്നതാണ്.